ഈശോയിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഈശോയുടെ ഉയർപ്പെരുന്നാൾ ആഘോഷിക്കുന്ന അവസരമാണല്ലോ. ഈശോയുടെ ഉയർപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സുദിനമാണ്. അണഞ്ഞു പോയെന്ന് കരുതിയ തിരി ആളിക്കത്തിയ അനുഭവമാണ് നമുക്ക് കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിന് ലഭിക്കുന്നത്. കാരണം ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് അനേകർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്ത് സൗഖ്യം നൽകി, ജീവൻ നൽകി, അവരുടെ കൂടെയായിരുന്ന ഈശോ യഹൂദരുടെ പീഡനങ്ങൾക്കും എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കും ശേഷം മരിച്ച് അവിടുന്ന് അടക്കപ്പെട്ടു. അപ്പോൾ എല്ലാവരും കരുതി, പ്രത്യേകിച്ച് ശിഷ്യന്മാർ കരുതിയത് എല്ലാം തീർന്നു. അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊന്നും പോകണമെന്നില്ല. അവർ കരുതി എല്ലാം തീർന്നു കരുതി. പക്ഷേ 3-ാം ദിവസം മഹത്വത്തോടെ കർത്താവ് ഉത്ഥാനം ചെയ്തപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. നിരാശയിൽപ്പെട്ടിരുന്നവർ പ്രത്യാശയോടെ കർത്താവിനെ കാണുവാൻ കാത്തിരുന്നു. കർത്താവിനെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് ആദ്യമായിട്ട് കർത്താവിനെ തിരിച്ചറിഞ്ഞത്. പത്രോസും യോഹന്നാനും മഗ്ദലേന മറിയവും എമ്മാവൂസിലെ ശിഷ്യന്മാരും അവരെല്ലാം കർത്താവിനെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്. കർത്താവിന്റെ മരണശേഷം ഏറെ ദുഃഖിച്ചിരുന്നവരാണ്. പക്ഷേ കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം അവർക്ക് കർത്താവിന്റെ അനുഭവം ഉണ്ടായി. കർത്താവിനെ അനുഭവിക്കാൻ സാധിച്ചു. ആ അനുഭവം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തെയും മാറ്റിമറിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് നമ്മിൽ നിന്നും അകലെയാണ് എന്നുള്ള ചിന്ത പലപ്പോഴും ഉണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേദനകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ഉണ്ടാവുമ്പോൾ കർത്താവ് എവിടെയാണ്, കർത്താവ് കൂടെ ഇല്ലല്ലോ എന്നുള്ള ആ ദുഃഖവും വേദനയും നിരാശയും ഒക്കെ തോന്നുന്നുണ്ടാകും. പക്ഷേ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഉത്ഥാനം ചെയ്ത കർത്താവ് കൂടെയുണ്ട്. ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മുടെ വിശ്വാസം. സഭയുടെ ഏറ്റവും വലിയ വിശ്വാസം ഈശോ ദൈവപുത്രനാണ്. ആ ദൈവപുത്രനായ ഈശോ ലോകരക്ഷകനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും നമുക്ക് പങ്കുവച്ചു. ആ പിതാവിന്റെ അടുക്കിലേക്ക് തിരികെ പോകുന്ന സമയത്ത് ഈശോ ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്: നിങ്ങളെ അനാഥരായി വിടുകയില്ല, ലോകാവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകും. കർത്താവ് നൽകിയ വാഗ്ദാനമാണ്. അങ്ങനെയെങ്കിൽ മരിച്ച കർത്താവിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത്. കൂടെയുള്ള കർത്താവിനെ ഓർ സന്തോഷിക്കണം. ഉത്ഥാനത്തിന്റെ സന്തോഷം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് അകലെയല്ല, കൂടെയുള്ള കർത്താവാണ്. ആ കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിനോട് സ്നേഹം ഉണ്ടാകണം, ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. അങ്ങനെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നവർക്ക് എന്നും ഉത്ഥാനത്തിന്റെ സന്തോഷവും സമാധാനവും പ്രത്യാശ അനുഭവിക്കാൻ സാധിക്കും. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഈസ്റ്റർ ദിവസം കർത്താവ് നൽകുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, പ്രത്യാശ നമുക്ക് അനുഭവിക്കാം, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം നമുക്ക്. കാരണം നമ്മൾ അനുഭവിക്കുന്ന സ്നേഹവും സന്തോഷവും ഒക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണമല്ലോ. നമ്മുടെ കുടുംബാംഗങ്ങൾ, നാം ജീവിക്കുന്ന സാഹചര്യം കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നമ്മുടെ ചുറ്റുമുള്ളവർ എല്ലാം പ്രത്യാശയുള്ളവരായിത്തീരണം, സന്തോഷമുള്ളവരായിത്തീരണം, സമാധാനമുള്ളവരായിത്തീരണം, സ്നേഹമുള്ളവരായിത്തീരണം. കർത്താവ് നൽകുന്ന ഈ സന്തോഷവും സമാധാനവും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് അത് പങ്കുവയ്ക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അങ്ങനെ ഈ ഈസ്റ്റർ നമുക്കെല്ലാവർക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും
ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്ന, സ്നേഹം നൽകുന്ന, സമാധാനം നൽകുന്ന അവസരമായി തീരട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.